നമ്മളിപ്പോൾ ഉള്ളത് പാലക്കാട് KSRTC ഡിപ്പോയിലാണ്. KSRTC റീസെൻ്റ്ലി ലോഞ്ച് ചെയ്തിട്ടുള്ള KSRTCൻ്റെ മിന്നൽ സർവീസായ പാലക്കാട് നിന്ന് കന്യാകുമാരിയിലോട്ടുള്ള ഒരു ബസ് ട്രിപ്പ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. അപ്പം എന്നും വൈകിട്ട് രാത്രി 7:00 പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് 4:30 കന്യാകുമാരിയിൽ എത്തുന്ന രീതിയിലാണ് കേട്ടോ ബസ് ഷെഡ്യൂൾ ചെയ്തത്. KSRTCൻ്റെ ഏറ്റവും പ്രീമിയം സർവീസുകളിൽ ഒരു സർവീസായ മിന്നൽ സർവീസ് ആദ്യമായിട്ടാണ് കേട്ടോ ഇൻ്റർസ്റ്റേറ്റ് പെർമിറ്റിൽ വരുന്നത്. ആദ്യമായിട്ടാണ് കേരളത്തിൻ്റെ പുറത്തോട്ട് ആ ബസ് സർവീസ് നടത്തുന്നത് കേട്ടോ. സമയം ഇപ്പം 7 മണി കഴിഞ്ഞ് 6 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ പാലക്കാട് ബസ് സ്റ്റാൻഡ് ഇതാണ്, പാലക്കാട് KSRTC ബസ് സ്റ്റാൻഡ്. ഇതിൽ ഈ ഒരു 10ാം നമ്പർ പില്ലറിൻ്റെ അടുത്താണ് ബസ് വരുമെന്ന് പറഞ്ഞത് കേട്ടോ. പാലക്കാട് നിന്ന് കന്യാകുമാരിയിലോട്ടുള്ള 450 കിലോമീറ്റർ ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യാൻ 7 മണിക്കൂറാണ് കേട്ടോ മിന്നൽ ബസ്സിന് ടൈം എടുക്കുന്നത്. നമ്മുടെ ബസ്സിന് സമയമാകുമ്പോഴത്തേക്കും നല്ല പൊരിഞ്ഞ മഴ കേട്ടോ. പാലക്കാട് ഒരു രക്ഷയില്ലാതെ ചൂടായിരുന്നു. അതൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും. നല്ലൊരു മഴ പെയ്തോടെ നമുക്ക് പോകാനുള്ള ബസ് അവിടെ വന്നിട്ടുണ്ട് കേട്ടോ. അതിപ്പോൾ ഇവിടേക്ക് എടുക്കും. നമ്മുടെ ബസ്സിൻ്റെ ഫുള്ള് റൂട്ട് വരുന്നത് പാലക്കാട് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് തൃശ്ശൂർ, വൈറ്റില, ആലപ്പുഴ, കൊല്ലം, ട്രിവാൻഡ്രം, നാഗർകോയിൽ വഴിയാണ് നമ്മൾ കന്യാകുമാരിയിലോട്ട് പോകുന്നത് കേട്ടോ. ഈ ഒരു ട്രിപ്പ് ഏകദേശം 460ഓളം കിലോമീറ്ററാണ് കേട്ടോ ഡിസ്റ്റൻസ് വരുന്നത്. ബസ് കയറാനുള്ള ആൾക്കാർ തിരക്കാണ്ടാണ്, ഒടുക്കത്തെ തിരക്കാണ്. ബസ് ഫുള്ളി ബുക്ക്ഡാണ് കേട്ടോ. ഇതിലധികം സീറ്റുകളും ട്രിവാൻഡ്രത്തേക്കാണ്. ട്രിവാൻഡ്രം ഏകദേശം 2:30 ഒക്കെ നേരം എത്തുന്നത് കൊണ്ട് എല്ലാവരും അതിലോട്ടുള്ള ടിക്കറ്റായിരിക്കും. കന്യാകുമാരിയിലോട്ട് വളരെ കുറച്ച് പേരെ ഉണ്ടാവുള്ളൂ, നാഗർകോയിൽ വഴിയിലൊക്കെ പോകുന്നവർ. KL15A 1930 ആണ് ബസ്സിൻ്റെ നമ്പർ. അശോക് ലൈലാൻഡിൻ്റെ ബസ്സാണ് ഉപയോഗിക്കുന്നത്. റീഫർബിഷ്ഡ് ബസ്സാണ് കേട്ടോ. നല്ല വൃത്തിയാക്കി ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി പെയിൻറ്റിങ്ങും മിന്നലിൻ്റെ സ്പെഷ്യൽ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട് വണ്ടി കാണാൻ. ഈ സൈഡിൽ കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എഴുതിയിട്ടുണ്ട്. അതിൻ്റെ താഴെ മിന്നലിൻ്റെ ലോഗോയും KSRTCൻ്റെ ലോഗോയും കൊടുത്തിട്ടുണ്ട്. ബസ്സിൻ്റെ സൈഡ് ഫുള്ള് ബോഡി ലൈറ്റുകൾ കാര്യങ്ങളൊക്കെ വെച്ച് സെറ്റ് ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്തായാലും കൊള്ളാം. ഇതിൻ്റെ ഇൻറ്റീരിയർ വരുന്ന 2x2 കോൺഫിഗറേഷനിൽ 40 സീറ്റാണ് കേട്ടോ. അതിലൊരു സീറ്റ് കണ്ടക്ടർ റിസർവ്ഡ് ആയിരിക്കും. ഇത് ഒരാൾ സൂപ്പർ ഫാസ്റ്റ് ഉണ്ടോന്ന് ഫ്രണ്ടിൽ വെച്ച് ആ ബസ് ഇറങ്ങുന്നിടത്ത് തന്നെ അവർ വണ്ടി വെക്കുള്ളൂ. ഈ ഒരു ട്രിപ്പ് നമ്മൾ കൊല്ലം വഴിയാണ് പോകുന്നത്. വൈറ്റില ആലപ്പുഴ കൊല്ലം വഴിയാണ് പോകുന്നത്. MC റോഡ് വഴിയാണ് പോകുന്നതെങ്കിൽ കുറച്ചുകൂടി ടൈമിങ്ങിന് എത്തുമായിരിക്കും. നമ്മുടെ സീറ്റ് വരുന്നത് സീറ്റ് നമ്പർ 2 ആണ്. ഡ്രൈവറെ തൊട്ട് സൈഡിൽ തന്നെ ആയിട്ടുള്ള സീറ്റിലാണ് നമ്മൾ റിസർവ് ചെയ്തത്. ബസ് അത്യാവശ്യം പഴക്കം ചെന്ന ബസ്സാണ് കേട്ടോ. ബസ്സിൻ്റെ ഇൻറ്റീരിയർ ഷോട്ട് ഞാൻ അവസാനം കാണിച്ചു തരാം. ബസ് പ്ലാറ്റ്ഫോമിലോട്ട് എടുത്തപ്പോൾ തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എല്ലാ പാസഞ്ചേഴ്സും ഇടിച്ച് കയറിയിട്ടുണ്ട്. പലർക്കും വീഡിയോ ഒന്നും എടുക്കുന്നത് അത്ര തൃപ്തികരമായിരിക്കില്ല. അതുകൊണ്ട് നമുക്ക് പാസഞ്ചേഴ്സ് ഇറങ്ങിയിട്ട് ഇൻറ്റീരിയർ കാണാം. ഡ്രൈവറെ കൂടെ പ്രൈവറ്റ് ബസ്സിലൊക്കെ ഉള്ളപ്പോഴത്തെ ഒരു ഡിസ്പാച്ചർ കൂടി ഈ ഒരു ട്രിപ്പിലുണ്ടായിരുന്നു കേട്ടോ. അതായത് എല്ലാവരും കയറിയൊന്ന ആളാണ് ഉറപ്പ് വരുത്തുന്നത്. ഇവിടുത്തെ ഒരു ഡ്യൂട്ടിയിലുള്ള ഓഫീസറായിരിക്കും. എന്തായാലും കൊള്ളാം. ഡ്രൈവർമാർക്ക് അത്രയും ഡ്യൂട്ടി കുറയും. വണ്ടി കറക്റ്റ് 7:00 സ്റ്റാർട്ടായിട്ടോ. ചാർജിങ്ങിന് വേണ്ടി ഫുൾ സൈസ് പ്ലഗ് കൊടുത്തേക്കണം കേട്ടോ. കൊള്ളാം.
കേട്ടോ. ഫാസ്റ്റാഗ് അടുത്തില്ലാത്തതുകൊണ്ട് 2 മിനിറ്റ് സെറ്റായി. 2 മിനിറ്റ് ഇവിടെ പോയി. പിന്നെ ഈ ഒരു ക്രൂ മെമ്പർ എന്തിനാണ് ഇവിടെ ഫ്രണ്ടിലിരിക്കുന്നത് എനിക്ക് മനസ്സിലാകുന്നില്ല. പുള്ളിക്കാരനുള്ള റിസർവ്ഡ് സീറ്റാണ് ഇവിടെ ഉള്ളത്. അവിടെ ഫ്രണ്ടിൽ ഇരുന്നത് കൊണ്ട് എന്താണ് ഉപകാരം എന്നറിയില്ല. ഡ്രൈവർക്ക് മിററിലോട്ട് നല്ലോണം കാണാൻ പറ്റാത്തൊരു ഇത് അവിടെ ഉണ്ടാക്കുന്നതല്ലോ. പിന്നെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയത് ക്രൂ ഒട്ടും ഈ റിസർവേഷൻ ചാർട്ടിനോട് ഫെമിലിയർ അല്ല. അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരുന്നു നമുക്ക് ഡിസ്പാച്ചറും അവിടെ നിന്ന് ഉണ്ടായിരുന്നത്. ഇത്രയും ക്രിട്ടിക്കൽ ടൈമിംഗ് ഒക്കെ വെച്ചിട്ട് ഓടുന്ന ഇതേപോലത്തെ പ്രീമിയം സർവീസുകളിൽ KSRTC പ്രത്യേകിച്ച് ഈ റിസർവേഷൻ ചാർട്ടൊക്കെ നോക്കിയിട്ടുള്ള എക്സ്പീരിയൻസ്ഡ് ആയിട്ട് അല്ല നല്ല ട്രെയിൻഡ് ആയിട്ടുള്ള, എല്ലാവരും ട്രെയിൻഡാണ്, നല്ല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ക്രൂവിനെ വെച്ച് കഴിഞ്ഞാൽ അത്രയും നല്ല കാര്യമാണല്ലോ. ഓൾറെഡി 15 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് എത്തിയത്. ആരെയും വിളിച്ചിട്ട് ക്രൂ ആരെയും വിളിച്ച് പാസഞ്ചേഴ്സിനെ വിളിച്ച് സെറ്റാക്കിയിട്ടൊന്നുമില്ല. അതിനപ്പോൾ 15 മിനിറ്റ് ലേറ്റ്. ഓർഗനൈസേഷൻ അല്ല, ഒരു മിന്നൽ. 6 പാസഞ്ചേഴ്സിനെ കയറ്റാൻ വേണ്ടിയിട്ട് ഏകദേശം 10-13 മിനിറ്റാണ് ഇവരെടുത്തത്. നമ്മളെ ബസ്സിന് ഡിന്നർ ബ്രേക്കാണ് കേട്ടോ. ജിന്നൽ ബസ്സിന് ഡിന്നർ ബ്രേക്ക്. സമയം 9:47 ഈ ബസ്സിന് 8:45 തൃശ്ശൂർ ടൈം കൊടുത്ത ബസ്സാണ്. 9:45 അങ്കമാലിയും ടൈം കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ അരമണിക്കൂർ പേർക്ക് ഡിന്നർ ബ്രേക്കും. ഈ ഒരു ശരവണഭവൻ ഹോട്ടലിലാണ് കേട്ടോ ഡിന്നർ ബ്രേക്ക് കൊടുത്തത്. അങ്കമാലിക്ക് വരുന്നതിന് 24 കിലോമീറ്ററും കൂടി ഉണ്ട്. നമ്മളെ ബസ്സിന് ആകെ പുറത്തിറങ്ങിയത് ഡ്രൈവറും പിന്നെ 2-3 പാസഞ്ചേഴ്സും ആണ് കേട്ടോ. അതിനാണ് ഒരു അരമണിക്കൂർ നമുക്കിവിടെ ലേറ്റ് കിട്ടിയത്. ഭയങ്കര സീനായി പോയത്. ഇത് കറക്റ്റ് ഓർഗനൈസ്ഡ് ആയിട്ടില്ല, ഓർഗനൈസ് ആവുന്നേ ഉള്ളൂ. ഏരക്ക് പാലക്കാട് നിന്ന് എടുക്കുന്ന വണ്ടിക്ക് ഒരിക്കലും ഡിന്നർ ബ്രേക്കിൻ്റെ ഒരു ആവശ്യം എന്ന് പറഞ്ഞ സംഭവമേ ഇല്ല.
കാരണം ഡിന്നറിൻ്റെ സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകിട്ട്, അതായത് സൂര്യൻ അസ്തമിച്ചതിന് ശേഷം എപ്പോഴും നമുക്ക് ഡിന്നർ കഴിക്കാം. നമ്മളെ ഇന്ത്യ പോലത്തെ നമ്മളെ ഈ ഒരു ഭക്ഷണ ശൈലിയിലാണ് നമ്മളെ ഡിന്നറിൻ്റെ സമയം എന്ന് പറഞ്ഞാൽ രാത്രി 9 മണിക്ക് ശേഷമാണെന്നുള്ളത്. ലോകത്ത് എവിടെ ഇല്ലാത്തൊരു സംഭവമാണ് ഈ 9 മണിക്ക് ശേഷം ഡിന്നർ കഴിക്കുക എന്നുള്ളത്. ഡിന്നർ കഴിക്കേണ്ട സമയം എന്ന് പറഞ്ഞാൽ ഒരു 7 മണിൻ്റെ 8 മണിൻ്റെ ഇടയ്ക്കാണ്. ഇത്രയും ക്രിട്ടിക്കൽ ടൈമിങ്ങുള്ള ഈ വണ്ടിക്കൊന്നും ഡിന്നർ ബ്രേക്കിൻ്റെ ആവശ്യമില്ല. പിന്നെ കേരളത്തിൽ ഇതുവരെ ഓടിയിട്ടുണ്ടായിരുന്ന മിന്നൽ സർവീസിലൊക്കെ യാത്ര ചെയ്തവർക്കറിയാം, വൈകിട്ട് 5:30 കോഴിക്കോട് നിന്ന് ട്രിവാൻഡ്രത്തോട് എടുക്കുന്ന ഒരു മിന്നൽ സർവീസിന് മാത്രമാണ് ഡിന്നർ ബ്രേക്ക് ഉള്ളത്. ബാക്കി ഒറ്റ ട്രിപ്പിനും നമുക്ക് ഈ ഡിന്നർ ബ്രേക്ക് വരുന്നില്ല. എല്ലാ ട്രിപ്പിൻ്റെ വീഡിയോ നമ്മളെ ചാനലിൽ നമ്മൾ മുമ്പ് ചെയ്തതുമാണ്. ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യുന്നതുകൊണ്ട് നമ്മളെ KSRTCക്ക് സിംഗിൾ വൈപ്പർ ആണല്ലോ മെയിൻ വിൻഷീൽഡിനുള്ളത്. അതുകൊണ്ട് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് വ്യൂ കാണിച്ചിട്ട് ഒരു കാര്യവും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ സൈഡ് വ്യൂ കാണിക്കുന്നത്.
നമ്മളങ്ങനെ വൈറ്റില കഴിഞ്ഞ് ആലപ്പുഴ റൂട്ടിലോട്ട് കയറിയിട്ടുണ്ട്. ഈ ട്രിപ്പിൻ്റെ ഏറ്റവും ഈസിയസ്റ്റ് പാർട്ട് ഓഫ് റോഡാണ് നമ്മളിപ്പോൾ കഴിഞ്ഞത്. 4 ലൈനും 6 ലൈനും റോഡുകളുള്ള ഭാഗമാണ് ഇപ്പോൾ ഓടിച്ച് കഴിഞ്ഞത് ബസ്. എന്നിട്ട് 25 മിനിറ്റ് ലേറ്റാണ്. ഇനി വരാൻ പോകുന്നത് നാഷണൽ ഹൈവേ 66ൻ്റെ വർക്ക് നടക്കുന്ന സ്ട്രെച്ചാണ്. അതായത് നമ്മൾ വൈറ്റില തൊട്ട് നമ്മൾ അരൂരൊക്കെ ക്രോസ് ചെയ്ത് നമ്മൾ ആലപ്പുഴ പോകണം. ആലപ്പുഴ കഴിഞ്ഞിട്ട് കൊല്ലം കഴിഞ്ഞിട്ട് ട്രിവാൻഡ്രം വരെ റോഡ് പണി എടുക്കുന്ന സ്ഥലമാണ്. ഇടയ്ക്കൊക്കെ നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് കേട്ടോ ബസ്സിൻ്റെ ടൈമിങ് കുറച്ച് തെറ്റിയത്. ട്രാഫിക് കുറച്ച് സ്ലോ ആണ്. രണ്ട് ഡ്രൈവേഴ്സും നല്ല സ്പീഡ് കീപ്പ് ചെയ്തിട്ടാണ് പോകുന്നത് കേട്ടോ. ഈ ഒരു മഴ കാരണമുള്ള ഒരു ട്രാഫിക് സ്ലോ ആകുന്നത് കൊണ്ടുള്ള ഒരു ലേറ്റ് മാത്രം കണ്ടുള്ളൂ. പിന്നെ ഇതിൻ്റെ കൂടെ ആ ഡിന്നർ ബ്രേക്കും അത് ഒഴിവാക്കിയിട്ടുണ്ടെങ്കിൽ ബസ് നല്ല ടൈമിങ്ങിന് ഓടുമായിരുന്നു. മണിയായപ്പോൾ ട്രിവാൻഡ്രം തമ്പാനൂർ KSRTC ബസ് സ്റ്റാൻഡിലെത്തിയിട്ടു. എല്ലാവരും ഇവിടെ ഇറങ്ങി. ഏകദേശം ബസ് കുറച്ച് വരെ നോക്കി. ഒരു 10 പേരിൽ താഴെ മാത്രം നാഗർകോവിലോട്ട്. എനിക്ക് വലിയ അറിവില്ലാത്തതുകൊണ്ട് ഒരാളെ ഇവിടെ പിടിച്ച് ഫ്രണ്ടിലാക്കിയതാണ് കേട്ടോ. എനിക്കറിയാം, ഞാൻ പറഞ്ഞു കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവർക്ക് എന്നെ വിശ്വാസമില്ല.
ഈ കാണുന്നതാണ് കേട്ടോ ഇതിൻ്റെ സീറ്റുകൾ വരുന്നത്. 2x2 കോൺഫിഗറേഷനിൽ ടോട്ടൽ 40 സീറ്റുകളാണ് വരുന്നത്. റീഫർബിഷ്ഡ് ആണ്, നല്ല അടിപൊളി കംഫർട്ടബിൾ സീറ്റാണ് കേട്ടോ ഇത്.
നമ്മളങ്ങനെ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിലാണ് കേട്ടോ എത്തിയത്. ബസ് കുറച്ച് ലേറ്റാണ്, ഇവിടെ 5 മണിയാണ് സമയം കാണിക്കേണ്ടത്. അപ്പോൾ ഞാൻ നാഗർകോവിൽ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങി. ഇവിടുന്ന് കന്യാകുമാരിയിലോട്ട് ഇനി 20 കിലോമീറ്ററും കൂടി പോകാനുണ്ട് കേട്ടോ. പക്ഷേ ഞാൻ ഇവിടെ ഇറങ്ങിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബസ് കുറേ ലേറ്റ് ആട്ടോ. 4 മണിക്കാണ് ഇവിടെ എത്തേണ്ടത്, 4:05-നാണ്. അപ്പോൾ ഞാൻ അതിന് കണക്കാക്കിയിട്ട് നാട്ടിലോട്ട് തിരിച്ചുള്ള ട്രെയിൻ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലോട്ടുള്ള ട്രെയിൻ ബുക്ക് ചെയ്തത് 9 മണിക്കാണ്. ട്രിവാൻഡ്രത്ത് ഞാൻ കന്യാകുമാരി പോയാൽ എനിക്കത് മിസ്സാവും, പിന്നെ തിരിച്ചു പോകാനൊരു വഴിയില്ലാതായിപ്പോൾ. പിന്നെ ഫസ്റ്റ് ട്രിപ്പിലാണ് ഈ ഡ്രൈവർമാരൊക്കെ ക്രൂ 2 പേരും ഫസ്റ്റ് ആദ്യമായിട്ടാണ് കന്യാകുമാരിയിലോട്ട് വരുന്നത്. അപ്പോൾ അവർക്ക് റോഡ് കാര്യങ്ങളൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇത്ര ലേറ്റ് ആയത്. പിന്നെ കൊല്ലം വഴിയാണല്ലോ വരുന്നത്. ഇന്നലെ തീരെ ട്രാഫിക് ഇല്ലായിരുന്നു കേട്ടോ. എന്നാലും നമ്മളെ ബത്തേരി മാനന്തവാടി ഇന്നലൊക്കെ ആണെങ്കിൽ ബിഫോർ ഓടിയത്തിൻ്റെ റൂട്ടായിരുന്നു ഇന്നലെ. അത്രയും കാലിയായിട്ടുള്ള റോഡായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ബസ്സിന് നമുക്ക് ഫെയർ വന്നിട്ടുണ്ടായിരുന്നത് 611 രൂപയാണ്. കുഴപ്പമില്ല, നല്ല അടിപൊളി ട്രാവൽ കംഫർട്ടൊക്കെ ഉള്ള വണ്ടി തന്നെയാണ് കേട്ടോ. നല്ല സൂപ്പറായിട്ട് ട്രാവൽ കംഫർട്ടൊക്കെ ഉണ്ടായിരുന്നു, അതിന് കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു കേട്ടോ.